വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് ഒപ്പം റോഡ് അപകടങ്ങളും വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. 2020 ഒമാനിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ക്യാൻസർ സ്തനാർബുദം ആയിരുന്നുവെന്ന് ആരോഗ്യ മന്ത്രാലയം. ഒമാന്റെ ബജറ്റ് എയർലൈനായ സലാം എയർ കൂടുതൽ രാജ്യങ്ങളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കുന്നു. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ രാജ്യത്ത് റോഡ് അപകടങ്ങളും ക്രമാതീതമായി വർദ്ധിക്കുന്നുവെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം അവസാനത്തോടുകൂടി 17,53,872 വാഹനങ്ങളാണ് ഒമാനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അടുത്തിടെ വിവിധ ഗവർണറേറ്റുകളിൽ നിരവധി പേരുടെ ജീവനെടുത്ത അപകടങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ വാഹനം ഓടിക്കുന്നവരും റോഡിൽ കൂടി നടക്കുന്നവരും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. മുൻ വർഷത്തേക്കാൾ 2024 9% റോഡ് അപകടങ്ങൾ വർദ്ധിച്ചത്. പല അപകടങ്ങളും സാങ്കേതികം, എഞ്ചിനീയറിംഗ്, എഞ്ചിൻ തകരാർ എന്നിവ കാരണമാണെങ്കിലും വാഹനം ഓടിക്കുന്നവരുടെ തെറ്റാണ് അപകടങ്ങളുടെ അടിസ്ഥാനമായ കാരണം. വാഹനം ഓടിക്കുന്നവർക്ക് തങ്ങളുടെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരുടെയും റോഡ് ഉപയോഗിക്കുന്നവരുടെയും സുരക്ഷയിൽ ഉത്തരവാദിത്വമുണ്ട്. അമിത വേഗതയാണ് റോഡ് അപകടങ്ങളുടെ പ്രധാന കാരണം. മര്യാദയില്ലാത്ത വാഹനം ഓടിക്കലും തെറ്റായ രീതിയിലുള്ള മറികടക്കലും വാഹനങ്ങളുടെ ഇടയിൽ പാലിക്കേണ്ട അകലം പാലിക്കാതിരിക്കലും അപകടങ്ങൾ വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. 2020 സ്വദേശികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെട്ടിരുന്നത് സ്തനാർബുദം ആയിരുന്നുവെന്ന് ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ആ വർഷം 277 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഒമാനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 10 ഇനം ക്യാൻസറുകളുടെ പേരാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. ഈ വിഷയത്തിൽ ബോധവൽക്കരണം ആവശ്യമാണെന്നും രോഗം നേരത്തെ തിരിച്ചറിയേണ്ടതുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സ്തനാർബുദം കഴിഞ്ഞാൽ തൈറോയ്ഡ് ക്യാൻസറാണ് ഒമാനിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇതേ വർഷം 243 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മൂത്രാശയത്തെ ബാധിക്കുന്ന അർബുദമാണ് 3-ാം സ്ഥാനത്ത്. 234 പേർക്ക് ഇത് പിടിപെട്ടിരുന്നു. ഈ 3 ഇനം ക്യാൻസറുകളുമാണ് ഒമാനിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. കൂടുതൽ വിമാനങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പറക്കുവാൻ ഒരുങ്ങുകയാണ് ഒമാന്റെ ബജറ്റ് എയർലൈനായിട്ടുള്ള സലാം എയർ. 5 വർഷത്തെ വളർച്ചാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന്റെ ഭാഗമായി 10 എയർബസ് A320 വിമാനങ്ങൾക്ക് ഓർഡർ നൽകിയതായി കമ്പനി അറിയിച്ചു. വിവിധ എയർക്രാഫ്റ്റ് ലീസിംഗ് കമ്പനികൾക്കാണ് ഓർഡർ നൽകിയതെന്നും സലാം എയർ വ്യക്തമാക്കി. കേരള മാപ്പിളകലാ അക്കാദമി മസ്കറ്റ് ചാപ്റ്ററിന്റെ കുടുംബസംഗമം നടന്നു. കുടുംബസംഗമം ചാപ്റ്റർ ഉപദേശക സമിതി അംഗം പറമ്പത്ത് അബൂബക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉപദേശക സമിതി ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് മങ്കട മുഖ്യപ്രഭാഷണം നടത്തി. മാപ്പിള കലകളിൽ പ്രധാന ഇനമായ കോൽക്കളി അരങ്ങേറ്റവും നടത്തി. കോൽക്കളി പരിശീലകനായ ജനറൽ സെക്രട്ടറി നാസർ കണ്ടിയലിന്റെ നേതൃത്വത്തിൽ പരിശീലനം നേടിയ കോൽക്കളി ടീമിന്റേതായിരുന്നു അരങ്ങേറ്റം. തുടർന്ന് നടന്ന കലാവിരുന്നിന് ഖാലിദ് കണ്ണൂർ, നസ്രിയ അറ്റക്കോയ എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.